It's good to be in God's house tonight. ഇന്ന് രാത്രി ദൈവത്തിന്റെ സഭയിലായിരിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു, സന്തോഷിക്കുന്നു. Everyone lift your hands with me this evening. എല്ലാവരും തങ്ങളുടെ കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്താം. Say hallelujah. ഒരുമിച്ച് നമുക്ക് പാടാം. Hallelujah. 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 Oh, now from your heart sing to the Lord, everybody. ഹൃദയത്തിന്റെ ആഴത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. Hallelujah. 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 Isn't God good tonight? കർത്താവിന്റെ മഹത്വം ഇന്ന് രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. Could you just lift your hand and say, I love you, Jesus? കരങ്ങൾ ഉയർത്തി നമുക്ക് കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ ഇന്ന് രാത്രി കഴിയട്ടെ. Now we know something powerful is going to happen in the service this evening. ഇന്ന് രാത്രി വളരെ ശക്തമായ ചില കാര്യങ്ങൾ ദൈവം നമ്മുടെ നടുവിൽ ചെയ്യുവാൻ പോകുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. Because the traffic jam just about kept us from making it on time. ട്രാഫിക് ജാം നിമിത്തം നമുക്ക് ഇന്ന് രാത്രി സമയത്ത് കടന്നു വരുവാനോ മീറ്റിംഗ് ആരംഭിക്കുവാനോ കഴിയാത്ത നിലയിൽ തടസ്സമായിരുന്നു. And whenever the enemy tries to hinder us from moving forward, we know God's about to do something. നാം മുന്നോട്ട് നീങ്ങുന്നതിൽ ശത്രു നമ്മെ തടയുമെങ്കിലും ദൈവം നമുക്കായി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. I want to know how many of you were with us last night. കഴിഞ്ഞ രാത്രി എത്ര പേരുണ്ടായിരുന്നു എന്ന് അറിയുന്നതിൽ എനിക്ക് താല്പര്യമുണ്ട്. കരങ്ങളെ ഉയർത്താം. Were you with us last night? നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ രാത്രിയിൽ ഉണ്ടായിരുന്നവരാണല്ലോ. And we learned how to take the finger of prayer. പ്രാർത്ഥനയുടെ വിരൽ ദൈവസന്നിധിയിൽ ഉയർത്തുന്നതിനെ കുറിച്ച് കഴിഞ്ഞ രാത്രി നാം കേൾക്കുവാനിടയായി. And pierce a hole in the heavenly realm. സ്വർലോകങ്ങളിൽ അല്ലെങ്കിൽ ആകാശമണ്ഡലത്തിൽ ശത്രു ഉയർത്തിയിരിക്കുന്ന അന്ധകാരത്തിന്റെ തിരശീലയെ തുളയ്ക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ രാത്രി നാം കേട്ടു. So I want to take up tonight with that thought. ഇന്ന് രാത്രി അതേ ചിന്തയിൽ നിന്ന് തുടരുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. And everyone stand if you would please. ഇന്ന് രാത്രി എല്ലാവരും എന്നോടുകൂടെ കടന്നു വരിക. Stand if you would please. എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. And I want us to pray tonight. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. I want us to pray for the word of God. ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. I want us to pray for the nation of UA. ഈ UAE രാജ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. I want to pray for the Malayalam community in this city. ഇവിടെ ഈ പട്ടണത്തിലുള്ള മലയാളി സമൂഹത്തിനായി ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. I want us to continue to tear a hole in the heavenly realm. ഇന്ന് രാത്രി തുടർന്നും ആകാശമണ്ഡലങ്ങളിൽ ശത്രു ഉയർത്തിയിരിക്കുന്ന അന്ധകാരത്തിന്റെ തിരശീലയെ തുളയ്ക്കുവാൻ പോവുകയാണ്. So lift up your finger again tonight like you did last night. ഇന്ന് രാത്രി നിങ്ങളുടെ വിശ്വാസത്തിന്റെ വിരലുകളെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടെ ഉയർത്തുക. Hallelujah. Hallelujah. Dear Father in heaven, സ്വർഗീയ പിതാവേ, tonight we come into your house. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് നിന്റെ ആലയത്തിൽ കടന്നു വരുന്നു. Expectant for a move of God. അങ്ങയുടെ ചലനം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. The enemy has no authority in this place. ഇന്ന് രാത്രി അങ്ങയുടെ അധികാരം ഈ സ്ഥലത്തുള്ളതുകൊണ്ട് സ്തോത്രം. Jesus said all power is given to me. യേശു പറഞ്ഞുവല്ലോ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. Power over disease. രോഗത്തിന്റെ മേലുള്ള അധികാരം. Power over bad habits. ദുഷിച്ച സ്വഭാവങ്ങളുടെ മേലുള്ള അധികാരം. Power over demons and death. പിശാചിന്റെ മേലും മരണത്തിന്റെ മേലുമുള്ള അധികാരം. Tonight we plead the blood of the cross. ഇന്ന് രാത്രി കാൽവരിയിലെ രക്തത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. And ask for that precious blood to cover us tonight. ഇന്ന് രാത്രി ആ പുണ്യാഹ രക്തം ഞങ്ങളെ പൊതിയണമേ. And gracious Holy Spirit,
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി അയക്കപ്പെടണമേ. Please have your way in this place this evening. ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ തിരുഹിതം വെളിപ്പെടുത്തണമേ. We give you the praise for what you're going to do. ഇന്ന് രാത്രി അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുകയാണ്. In the wonderful name of Jesus. യേശുവിന്റെ വലിയൊരു നാമത്തിൽ. Amen. ആമേൻ. Give the Lord a hand clap if you love him tonight. കരങ്ങളെ അടിച്ചുകൊണ്ട് കർത്താവിന് ഇന്ന് രാത്രി നമുക്ക് മഹത്വം കൊടുക്കാം. Praise the Lord. ആമേൻ. You may be seated. ദയവായി ദൈവസന്നിധിയിൽ ഇരിക്കുക. Sound men, my volume's just a little bit less on the stage than his is. ഈ സ്റ്റേജിൽ കേൾക്കുവാൻ തക്ക നിലയിൽ ഈ മോണിറ്റർ അല്പം കൂടെ ബാസ് കുറച്ച് വോളിയം കുറച്ച് വെക്കുവാനായിട്ട് അപേക്ഷിക്കുന്നു. Glad to be here with my friend Thomas Idukula from Boston, New England, Boston, Massachusetts. ഇന്ന് രാത്രി എൻ്റെ പ്രിയ സുഹൃത്ത് തോമസ് ഇടുക്കള ബോസ്റ്റണിൽ നിന്ന് കൂടെ ആയിരിക്കുന്നതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. And together we're representing Agape Partners International. ലോകമെമ്പാടുമുള്ള സുവിശേഷീകരണത്തിന്റെ പങ്കാളികളായി ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം തരുന്നു. Which is a counseling ministry for marriages, families and young people. കുടുംബ ജീവിതത്തെക്കുറിച്ചും ദാമ്പത്യ ബന്ധത്തെക്കുറിച്ചും ഉള്ള ഉപദേശങ്ങൾ ഒക്കെ നൽകുന്നതിൽ കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിക്കുന്നു. But it also has a missions outreach to the nation of India. അതുമാത്രമല്ല ഭാരതത്തെക്കുറിച്ചുള്ള പ്രത്യേക ദർശനത്തിൽ സുവിശേഷവുമായി കടന്നു പോകുവാൻ പ്രവർത്തിക്കുവാൻ ദൈവം തന്റെ ദാസനെ ഉപയോഗിക്കുന്നു. And late tomorrow night we will leave for Mumbai or Bombay. നാളെ രാത്രിയിൽ താമസിച്ച് ഞങ്ങൾ ഇന്ത്യയിൽ മുംബൈയിലേക്ക് യാത്ര ചെയ്യുകയാണ്. And we want you to pray for our Friday night crusade in Bombay. ബോംബെയിൽ വെള്ളിയാഴ്ച രാത്രി തുടങ്ങുന്ന ആ പ്രത്യേക ക്രൂസൈഡിനായി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. And then we'll go to Gujarat for a few days. അതിനുശേഷമായി ചില ദിവസങ്ങൾ ഞങ്ങൾ ഗുജറാത്തിലേക്ക് കടന്നു പോകുന്നു. And Gujarat of course is the most neglected of the Indian districts. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും തിരസ്കരിക്കപ്പെട്ട് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗുജറാത്ത്. And we feel the time is right to partner with Gujarat. ഗുജറാത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കുവാനുള്ള സമയമാണിത്. So we'll be available for you after the service tonight. ഇന്ന് രാത്രി ഈ ശുശ്രൂഷയ്ക്ക് ശേഷമായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ലഭ്യമായിരിക്കും. To give you a brochure and to talk to you about our ministry. ഞങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ച് വ്യക്തിപരമായി സംസാരിക്കുവാനും അതിനെക്കുറിച്ചുള്ള ലഘുലേഖകൾ നിങ്ങൾക്ക് നൽകേണ്ടതിനായിട്ടും. Give Brother Thomas a hand clap if you appreciate him coming. ഇന്ന് രാത്രി കർത്താവിന്റെ ദാസൻ തോമസ് ഇടുക്കളയ്ക്കായി നമ്മുടെ കരങ്ങളെ അറിയിച്ച സന്തോഷം നമുക്ക് പ്രകടിപ്പിക്കാം. I'm glad to have my wife if she would stand. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇന്ന് രാത്രി നിങ്ങളോട് കൂടെയുണ്ട്. She has her India outfit on tonight. She has her India outfit on tonight. ഇന്ന് രാത്രി ഒരു ഇന്ത്യക്കാരിയെ പോലെ വേഷവിധാനത്തിലാണ് നമ്മുടെ നടുവിലായിരിക്കുന്നത്. I think she looks very pretty. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. I'm glad to have her with me. We have one son, he's 30 years old. 30 വയസ്സ് പ്രായമുള്ള ഒരു മകൻ ഞങ്ങൾക്ക് ഉണ്ട്. And 3 precious grandchildren. 3 കൊച്ചുമക്കളെയും കർത്താവ് ഞങ്ങൾക്ക് ദാനമായി തന്നിട്ടുണ്ട്. 5 and 3 and 1. 5, 3, 1 വയസ്സ് പ്രായമുള്ള കൊച്ചുമക്കൾ. And we've got one coming. ഒരു കുഞ്ഞിനെ കൂടെ കൊച്ചുമകനെ കൂടെ ദൈവം ദാനം തരുവാൻ പോകുകയാണ്. So we're very happy grandparents tonight. ഇന്ന് രാത്രി ഞങ്ങൾ വളരെ സന്തോഷമുള്ള വല്യപ്പച്ചനും വല്യമ്മച്ചിയുമാണ്. My son is following in the ministry. എൻ്റെ മകൻ എന്നോട് കൂടെ ശുശ്രൂഷയിൽ എന്നെ പിന്തുടരുന്നു. And you can see him on the internet every Sunday. എല്ലാ ഞായറാഴ്ചയും നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ എൻ്റെ മകനെ കാണാവുന്നതാണ്. And we can talk to you about that later as well. ഇന്ന് രാത്രി അദ്ദേഹത്തെ കുറിച്ചും ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. I'm just about out of materials that we've brought. ചുരുക്കം ചില പ്രത്യേക പുസ്തകങ്ങൾ ലഘുലേഖകൾ നിങ്ങൾക്കായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. But we still have a few books, CDs or books and DVDs. ചില പുസ്തകങ്ങളും അതുപോലെ ചില ഡിവിഡികളും ഞങ്ങളുടെ പക്കലുണ്ട്. This is called Mystery of the Third Day. ഈ പുസ്തകത്തിന്റെ പേരെന്ന് പറയുന്നത് മൂന്നാമത്തെ ദിവസത്തിന്റെ മർമ്മം എന്നാണ്. God has helped me to write a number of books. അനേക പുസ്തകങ്ങൾ എഴുതുവാൻ ദൈവം എന്നെ പ്രത്യേകമായിട്ട് ശക്തീകരിച്ചു. But this is the only one that we have with us tonight. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ പക്കലുള്ള പുസ്തകം ഇത് മാത്രമാണ്. One day is as 1,000 years with the Lord. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം എന്ന് പറയുന്നത് 1000 സംവത്സരം പോലെയാണ്. And so since we are 2,000 years past Calvary, 2 days. ഇന്ന് വരെ ക്രൂശ് തുടങ്ങി 2000 സംവത്സരങ്ങൾ കഴിഞ്ഞു. That means we're moving into the third day of God's plan. അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ പദ്ധതിയിലെ മൂന്നാമത്തെ ദിവസത്തിലേക്ക് നാം ചുവടുകളെ വെക്കുകയാണ്. And this book talks about that.
ഈ പുസ്തകം അതിനെക്കുറിച്ചാണ് നിങ്ങളോട് This സംസാരിക്കുന്നത്. third day is the most powerful of all days. ഈ മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് സകല ദിവസങ്ങളെക്കാളും ശക്തമായ We are ദിവസമായിരിക്കും. living in the final consummation of time for the church. നാം ജീവിക്കുന്ന ഈ തലമുറ എന്ന് പറയുന്നത് സഭയെ സംബന്ധിച്ചിടത്തോളം അവസാനത്തേതും ആത്യന്തികവുമായ ആ സമയത്തിന്റെ ദിവസത്തിന്റെ അവസ്ഥയാണ്. I don't know the date when Jesus will come, യേശു വരുന്ന ദിവസം എന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. but I know the data of when he will come. എന്നാൽ യേശു ക്രിസ്തു കടന്നു വരുന്നതിനെ സംബന്ധിച്ചുള്ള അടയാളങ്ങളെ കുറിച്ച്, സംഭവങ്ങളെ കുറിച്ച്, സാഹചര്യങ്ങളെ കുറിച്ച് ഇന്ന് രാത്രി എനിക്കറിയാം. And everywhere we look tonight, ഇന്ന് രാത്രി നാം എവിടെ നോക്കിയാലും, whether it's terrorism or pestilence or disease, എല്ലായിടത്തും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഭീകരവാദങ്ങളും നമുക്ക് കാണുവാൻ കഴിയും. earthquakes and wars and rumors of wars, യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും യുദ്ധശ്രുതികളും നമുക്ക് കേൾക്കുവാൻ and the കഴിയുന്നു. shaking up of the nations. ബന്ധങ്ങളുടേതായ തകർച്ചയെ നമുക്ക് കാണുവാൻ കഴിയുന്നു. These are only proofs that Jesus is soon to return. നമ്മുടെ കർത്താവ് അതിവേഗത്തിൽ വരുവാൻ പോകുന്നു എന്നുള്ളതിന്റെ അടയാളങ്ങളാണ് ഇത് മുഴുവനും നാം കാണുന്നത്. But there are at least 4 things that must happen before Jesus returns. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിന് മുൻപായിട്ട് പ്രധാനമായും 4 കാര്യങ്ങൾ ഈ ഭൂമിയിൽ I want to നടക്കേണ്ടതായിട്ടുണ്ട്. share these 4 things with you very quickly. ഇന്ന് രാത്രി വളരെ വേഗത്തിൽ ഈ 4 കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. After I'm done with that, I will preach my sermon. അതിനോട് ചേർന്ന് ഇന്ന് രാത്രി ഞാൻ എന്റെ സന്ദേശം അറിയിക്കുകയാണ്. But this is important to you tonight. ഇന്ന് രാത്രി ഇത് വളരെ പ്രധാനമായ ഒരു വിഷയമാണ്. 4 times in the New Testament, 4 സന്ദർഭങ്ങളിൽ പുതിയ നിയമത്തിൽ he uses the word until. ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക പദപ്രയോഗമാണ് അതുവരെ. And so there are things that have to happen until Jesus comes. യേശു ക്രിസ്തു വരുന്നതിനോടുള്ള ബന്ധത്തിൽ അപ്പോൾ അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ സംഭവിക്കേണ്ട ചില കാര്യങ്ങളാണ്. For one, it says in Ephesians chapter 4 and verse 13, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രാരംഭ വിഷയം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. that God has given us apostles and prophets and evangelists. ദൈവം നമുക്ക് അപ്പോസ്തലന്മാരെയും സുവിശേഷകന്മാരെയും പ്രവാചകന്മാരെയും തന്നിട്ടുണ്ട്. And pastors and teachers. ഉപദേശകന്മാരെയും അതുപോലെ ഇടയന്മാരെയും നൽകിയിട്ടുണ്ട്. Who are to equip and perfect the saints. എന്തിനെന്ന് ചോദിച്ചാൽ വിശുദ്ധന്മാരെ ദൈവിക പൂർണ്ണതയിലേക്ക് യഥാസ്ഥാനത്വത്തിലേക്ക് നടത്തേണ്ടതിനായിട്ട്. Until we all come into the unity of the faith. നാം എല്ലാവരും ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയും പ്രാപിക്കുവോളം, And of the knowledge of the Son of God. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കുവോളം, Unto the measure of the stature of the fullness of Christ. ക്രിസ്തുവിന്റെ ആ തേജസ്സിന്റെ സ്വരൂപത്തിന്റെ പൂർണ്ണത നാം ഏറ്റെടുക്കുവോളം. God is bringing us together in unity. ദൈവം ഈ നാളുകളിൽ നമ്മെ ഐക്യതയുടെ ആത്മാവിലേക്ക് If you കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. look earlier in the 4th chapter, 4-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നാം in നോക്കുമ്പോൾ verse 3, he says, endeavoring to keep the unity of the Spirit. 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ Now, കാക്കുകയെന്നാണ്. before he says the unity of faith, he says the unity of the Spirit. വിശ്വാസത്തിന്റെ ഐക്യത പറയുന്നതിന് മുമ്പായി പറയുന്നത് ആത്മാവിന്റെ ഐക്യതയാണ്. So before we come together in all of the details, നാം വിവിധ പ്രധാന വിഷയങ്ങളുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് we must first come together at the cross of Calvary. ഒന്നാമത് നാം ഒരുമിച്ച് കടന്നു വരുന്നത് കാൽവറി ക്രൂശ് മുഖാന്തരമാണ്. If I put a pole back there for the Lutherans would go to that pole. Or a Lutheran church over there. അവിടെ ഒരു സഭയെ ഞാൻ നോക്കുകയാണെങ്കിൽ A Catholic church over there. ഒരു കത്തോലിക്ക സഭ അവിടെ കാണുന്നു. An Anglican church over ഇവിടെ ഒരു there. ആംഗ്ലിക്കൻ സഭ കാണുന്നു. An Orthodox church over there. ഓർത്തഡോക്സ് ചർച്ച് അവിടെ കാണുന്നു. A Baptist church over ഒരു there. ബാപ്റ്റിസ്റ്റ് ചർച്ച് ഇവിടെ An ഉണ്ടാകുന്നു. Assemblies of God over ഇവിടെ there. അസംബ്ലീസ് ഓഫ് ഗോഡ് A സഭയുണ്ട്. Church of God back here. ചർച്ച് ഓഫ് ഗോഡിന്റെ സഭ ഇവിടെയുണ്ട്. When we gather around our doctrine, നാം നമ്മുടെ ഉപദേശം സംബന്ധിച്ച് ഒരുമിച്ച് കൂടി വരുമ്പോൾ we split apart into little sectarian groups. നാം പലവിധ ഗ്രൂപ്പുകളായിട്ട് വിഭാഗങ്ങളായിട്ട് തിരിയുകയാണ്. But if I were to lift up the cross of Calvary എന്നാൽ കാൽവരി ക്രൂശിനെ നാം ഉയർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ and ask all of these people who believe in that cross, ഈ കാൽവരി ക്രൂശിൽ വിശ്വസിക്കുന്ന ഇങ്ങനെയുള്ള എല്ലാ ആളുകളും then they would move from every group. ഓരോ വിഭാഗത്തിൽ നിന്നും അവരെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് കടന്നു വരും. And we would all become one at the cross. എല്ലാവരും കാൽവരി ക്രൂശിന്റെ മുമ്പാകെ ഒന്നായി തീരും.
Don't build around your doctrine. Build around Jesus. ഒരിക്കലും നമ്മൾ ഉപദേശ സംബന്ധമായി വിഭാഗീയതയല്ല വളർത്തേണ്ടത്, ക്രൂശിനെയാണ് ഉയർത്തേണ്ടത്. Don't build around your denomination. Build around Jesus. ഒരിക്കലും നാം സംഘടനകൾക്ക് ചുറ്റുമല്ല പണിയേണ്ടത്, കാൽവരി ക്രൂശിന്റെ ചുറ്റുമാണ് നാം പണി നടത്തേണ്ടത്. Because verse 4 tells us tonight. നാലാമത്തെ വാക്യം ഇന്ന് രാത്രി നമ്മളോട് സംസാരിക്കുന്നു. There is one body. ഒരു ശരീരം. And one spirit. ഏക ആത്മാവ്. Even as you are called in the hope of one calling. ഒരു വിളി മാത്രമാണ് നമുക്കുള്ളത്. One faith. ഒരു വിശ്വാസം. One baptism. ഒരു സ്നാനം. One God and Father above all. ഒരു പിതാവ് സകലത്തിനും സകലവുമായ ദൈവം. And there's only one Holy Spirit tonight. ഇന്ന് രാത്രി ഒരു പരിശുദ്ധാത്മാവ് മാത്രമേ ഉള്ളൂ. And so there's only one church tonight. ഇന്ന് രാത്രി സഭ ഒന്ന് മാത്രമേ ഉള്ളൂ. Before Jesus comes again, യേശു രണ്ടാമത് കടന്നു വരുന്നതിന് മുമ്പ് the body of Christ will come together as one. ക്രിസ്തുവിന്റെ സഭ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഒന്നായി ചേരേണ്ടത് ആവശ്യമായിരിക്കുന്നു. Can you say amen tonight? ഇന്ന് രാത്രി ആ വിഷയത്തിന്റെ മുമ്പിൽ ആമേൻ പറയുവാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? And another place it says another until. മറ്റൊരു ഭാഗത്ത് നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. In 1 Peter chapter 4 and verse 7. ഒന്ന് പത്രോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ, James rather chapter 5 and verse 7. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ, he said, be patient therefore, brethren, unto the coming of the Lord. കർത്താവിന്റെ വരവ് വരെ ക്ഷമയോടെ കാത്തിരിക്കുവാനുള്ള പ്രബോധനം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നു. He said the husbandman waits for the precious fruit of the earth. ഭൂമിയിൽ നിന്നുള്ള ഫലത്തിനായിട്ട് ഒരു കർഷകൻ കാത്തിരിക്കുന്നത് പോലെ, and has long patience for it. അതിനുവേണ്ടി വളരെ സഹിഷ്ണുതയോടെ കാത്തിരിക്കുന്നത് പോലെ, until ആ ഫലം ലഭിക്കുവോളം കാത്തിരിക്കുന്നത് വരെ. Notice this word until. നമുക്ക് അതുവരെയും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. Jesus won't come back until there's unity in the brethren. ദൈവത്തിന്റെ സഭയ്ക്കകത്ത് സഹോദരന്മാരുടെ ഇടയിൽ സഹോദര്യവും ഐക്യതയും വെളിപ്പെടുന്നത് വരെ കർത്താവ് കടന്നു വരികയില്ല. And he won't come until he receives the early and latter rain. പിന്മഴയും മുൻമഴയും ഒരുപോലെ ലഭിക്കുന്നത് വരെ കർത്താവ് കടന്നു വരികയില്ല. We are living in the days of the latter rain outpouring of the Holy Spirit. ഇന്ന് രാത്രി നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പിന്മഴയുടെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. In Joel he said he would send the rain and the latter rain in 1 month. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യോവേലിന്റെ പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ദൈവം ഒരേ കാലഘട്ടത്തിൽ തന്നെ മുൻമഴയെയും പിന്മഴയെയും അയക്കുമെന്ന്. And he said, I will pour out of my spirit upon all flesh. സകല ജാതികളുടെ മേലും ജനത്തിന്റെ മേലും ജഡത്തിന്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും എന്ന് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തു. Asia shall be engulfed with the Holy Spirit. ദൈവത്തിന്റെ ആത്മാവിന്റെ പകർച്ചയുടെ കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. That Africa shall be engulfed with the Holy Spirit. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ദൈവം തന്റെ ആത്മാവിന്റെ പകർച്ചയെ അയക്കുകയാണ്. Yes, even China shall be filled with the Holy Spirit. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ദൈവം തന്റെ ആത്മാവിനെ അയക്കുകയാണ്. And the Middle Eastern Islamic nations shall be touched by the Holy Spirit. ഈ മധ്യ പൂർവ ഏഷ്യ അതുപോലെ മുസ്ലിം രാജ്യങ്ങൾ മുഴുവനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഈ തലമുറയിൽ അനുഭവിക്കുവാൻ പോവുകയാണ്. But Jesus will not return again until this power is poured out into all the ഈ world. പരിശുദ്ധാത്മാവിന്റെ ശക്തി സകല ജഡത്തിന്റെ മേലും ഒരുപോലെ അയക്കുന്നത് വരെ നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത ഉണ്ടാവുകയില്ല. The early rain poured moderately in Israel. ഇസ്രായേലിന്റെ നടുവിൽ ദൈവം മുൻമഴയെ അയച്ചു. But the latter rain was 7 times as powerful. എന്നാൽ മുൻമഴയേക്കാൾ 7 മടങ്ങ് ശക്തമായ പിന്മഴയെ ആയിരിക്കും സർവശക്തനായ ദൈവം ഇനി അയക്കുവാൻ പോകുന്നത്. So if we live in the days of the latter rain, അതുകൊണ്ട് ഇന്ന് രാത്രി നാം ഗ്രഹിക്കണം, പിന്മഴയുടെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. we can expect 7 times the power that was there in the early church. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ 7 മടങ്ങ് ഈ നാളുകളിൽ നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയും. Are you ready for that outpouring of the Holy Ghost? അപ്രകാരമുള്ള പരിശുദ്ധാത്മാവിന്റെ വലിയ പകർച്ചയ്ക്കായി ഇന്ന് രാത്രി നമുക്ക് ഒരുക്കപ്പെടുവാൻ കഴിയുമോ? Oh, hallelujah. Hallelujah. And there's another until. മറ്റൊരു പ്രത്യേക ഭാഗത്ത് അതുവരെ എന്ന് നമുക്ക് കാണുവാനായിട്ട് In the കഴിയുന്നു. book of Acts chapter 3. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം. Now in verse 19 he speaks of revival. 19-ാമത്തെ വാക്യത്തിൽ ഒരു ഉണർവിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. He said, repent therefore.
അവിടെ നാം വായിക്കുന്നത് ആകയാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് and be converted that your sins may be blotted out. നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കിട്ടേണ്ടതിന് ദൈവത്തിങ്കിലേക്ക് തിരിയുക. When the times of refreshing shall come from the presence of the Lord. കർത്താവിന്റെ സമ്മുഖത്തിൽ നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും എന്ന് നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. How many of you believe that there is a revival coming? ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഒരു വലിയ ആത്മീയ ഉണർവ് സംഭവിക്കുവാൻ പോകുന്നു എന്ന്? It's not coming from a religious institution ഏതെങ്കിലും മതപരമായ സംഘടനകളിൽ നിന്നല്ല ആ ഉണർവ് കടന്നു വരുവാൻ പോകുന്നു. or from a denominational headquarters. ഏതെങ്കിലും ഒരു സംഘടനയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നല്ല ആ ഉണർവ് വരുവാൻ He പോകുന്നത്. said times of revival from the presence of the Lord. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഒരു വലിയ ആത്മീയ ഉണർവ് ദൈവം അയക്കുന്ന സമയമാണിത്. And when this revival comes, there will be the return. ഈ ഉണർവ് സംഭവിക്കുന്നതോട് കൂടെയായിരിക്കും നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത ഉണ്ടാകുന്നത്. Verse 20 says he shall send Jesus who is preached unto you before. 20ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും Now ചെയ്യും. look at verse 21. ഇന്ന് രാത്രി 21ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരിക. Whom the heavens must receive until ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം. that is that Jesus must remain in the heavens until അതുവരെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സ്വർലോകങ്ങളിൽ തന്നെയായിരിക്കണം. he said until the times of restitution or restoration of all things. ദൈവത്തിൽ നിന്നുള്ള ആശ്വാസ കാലങ്ങൾ ജനത്തിന്റെ മേൽ വരുന്നത് വരെയും കർത്താവിന്റെ പ്രത്യക്ഷത സംഭവിക്കുകയില്ല. Every promise written by the prophet shall be fulfilled. പ്രവാചകന്മാർ പ്രവചിച്ച സകല വാഗ്ദത്തങ്ങൾക്കും നിറവേറൽ ഈ ദിവസങ്ങളിൽ The ഉണ്ടാകും. times of restoration ദൈവത്തിന്റെ സമ്മുഖത്തിൽ നിന്നുള്ള ആശ്വാസം കടന്നു വരണം. means that the gifts of the Spirit shall be restored. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ ഈ ദിവസങ്ങളിൽ യഥാസ്ഥാനത്താകണം. The fivefold ministry shall be restored. ദൈവത്തിന്റെ സഭയെ ഭരമേൽപ്പിച്ചിരിക്കുന്ന 5 തരത്തിലുള്ള ആത്മീക ശുശ്രൂഷകൾ സഭയ്ക്കുള്ളിൽ യഥാസ്ഥാനപ്പെടണം. The miracles and the signs of Pentecost shall be restored. അത്ഭുതങ്ങളും അടയാളങ്ങളും പെന്തക്കോസ്തിന്റെ ശക്തിയോടെ സഭയ്ക്കകത്ത് വെളിപ്പെട്ടു വരണം. And when these things are in operation again, ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ then it says Jesus can come back to this അപ്പോഴാണ് planet. ക്രിസ്തുവിന്റെ പ്രത്യക്ഷത നമുക്ക് കാണുവാനായിട്ട് I'm കഴിയുന്നത്. waiting for that great until. ആ പ്രത്യക്ഷതയ്ക്കായി അല്ലെങ്കിൽ ആ സംഭവത്തിനായി ഞാൻ ഇന്ന് രാത്രി Now if കാത്തിരിക്കുന്നു. you back up to the 2nd chapter of Acts, ഇന്ന് രാത്രി അപ്പോസ്തല പ്രവൃത്തി 2ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് നോക്കാം. as Peter is preaching that great day of Pentecost sermon, ആ പെന്തക്കോസ്ത് നാളിലെ പത്രോസിന്റെ പ്രധാനപ്പെട്ട പ്രസംഗത്തിൽ in verse 34, listen to what he says. 34ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നത് ശ്രദ്ധിക്കുക. For David was not yet ascended into the heavens, ദാവീദ് സ്വർഗ്ഗാരോഹണം ചെയ്തില്ലല്ലോ. but he said, the Lord said unto my Lord, sit thou at my right hand until I make the foes your footstool. എന്നാൽ അവൻ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്തുഭാഗത്ത് ഇരിക്ക എന്ന് കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു. Jesus cannot come again until യേശു ക്രിസ്തുവിന് അതുവരെ കടന്നു വരുവാൻ കഴിയുകയില്ല. every enemy of the gospel is at his feet. എപ്പോൾ വരെ എന്ന് ചോദിച്ചാൽ ശത്രുവിനെ പൂർണ്ണമായും കർത്താവ് തന്റെ പാദപീഠമാക്കുവോളം. Now I don't see a lot of excitement in the house tonight, ഇന്ന് രാത്രി ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ഒരു വലിയ ആവേശം എനിക്ക് കാണുവാൻ but I കഴിയുന്നു. have never been more excited than I am right now. എന്നാൽ ഇന്ന് രാത്രി ഈ സന്ദേശത്തിന്റെ മുമ്പിൽ ഞാൻ ആവേശഭരിതനായിരിക്കുന്നത് പോലെ മറ്റൊരിക്കലും ഞാൻ ആവേശഭരിതനായിട്ടില്ല. Because 4 times he said until. കാരണം എന്തെന്ന് ചോദിച്ചാൽ 4 പ്രാവശ്യം അതുവരെയും എന്നുള്ള പ്രയോഗം നമുക്ക് And we കാണുവാൻ are കഴിയുന്നു. starting to see with our very eyes the fulfillment of all of them. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ ഈ 4 കാര്യങ്ങളുടെ പൂർണ്ണത നമ്മുടെ കണ്ണുകൊണ്ട് ഈ തലമുറയിൽ നാം കാണുവാൻ പോകുകയാണ്. Number 1, until we come into the unity of the faith. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഐക്യതയിലേക്ക് നാം കടന്നു വരുവോളം. Last week we saw 18 London pastors join together. കഴിഞ്ഞ ആഴ്ചയിൽ ഞങ്ങൾ കണ്ടു 18 പെന്തക്കോസ്ത് ശുശ്രൂഷകന്മാർ പാസ്റ്റർമാർ ആത്മാവിന്റെ ഐക്യതയിൽ ഒരുമിച്ച് കൂടി വരുന്നത്. To make a decision together that we're going to take our city for God. അവർ ഒരുമിച്ച് കൈയോട് കൈ കോർത്തു പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ പട്ടണത്തെ കർത്താവിനായി ഞങ്ങൾ നേടുമെന്നുള്ള തീരുമാനമെടുത്തു. I know there are empty seats tonight. ഇന്ന് രാത്രി ഒഴിഞ്ഞു കിടക്കുന്ന ഈ കസേരകൾ നിറയുന്നത് വരെയും
But we need to join our hands together in faith. ഇന്ന് രാത്രി വിശ്വാസത്തോടെ നിങ്ങളുടെ കരങ്ങളെ കോർത്തു പിടിക്കണം. We need to make a chain. ഇന്ന് രാത്രി ഒരു ചങ്ങല പോലെ കരങ്ങളെ നാം കോർത്തു പിടിക്കണം. If you men could stand with me tonight. ഇന്ന് രാത്രി നാം ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കണം. Stand with me tonight. ഇന്ന് രാത്രി എന്നോട് കൂടെ എഴുന്നേറ്റ് നിൽക്കുക. We need to make a chain. ഇന്ന് രാത്രി ഒരു ചങ്ങല നാം സൃഷ്ടിക്കുകയാണ്. Oh yes, I include my wife this evening. ഇന്ന് രാത്രി എൻ്റെ ഭാര്യ എന്നോട് കൂടെ ആയിരിക്കുന്നു. Because we need men and women to carry this gospel. കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ സുവിശേഷത്തിന്റെ സന്ദേശവാഹകരായി പുരുഷന്മാരെയും സ്ത്രീകളെയും ദൈവത്തിന് ആവശ്യമാണ്. Now I can't do a whole lot with one link of a chain. എനിക്ക് ചങ്ങലയുടെ ഒരു കണ്ണി കൊണ്ട് അല്പം മാത്രമേ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. I can't hold a man in imprisonment with one link. എനിക്ക് ഒരു ചങ്ങലയുടെ കണ്ണി കൊണ്ട് മറ്റൊരു കണ്ണിയെ മാത്രമേ പിടിക്കുവാൻ കഴിയുകയുള്ളൂ. I can't tow a car behind me with one link. എൻ്റെ ഒരു വിരൽ കൊണ്ട് ഒരു കാറിനെ മുന്നോട്ട് നയിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. But if I take 2 links, 3 links, 4 links. എന്നാൽ 3 കണ്ണികൾ 4 കണ്ണികൾ അങ്ങനെ വളർന്നു വരുമ്പോൾ, if I begin to take my brother from the where are you from? Doha, Qatar. Doha. ഈ എന്നോട് കൂടെ നിൽക്കുന്ന സഹോദരനെ ദോഹയിൽ നിന്ന് ഞാൻ കൈയോട് കൈ കോർത്തു പിടിക്കുമ്പോൾ, if I take a brother from Saudi Arabia, സൗദി അറേബ്യയിൽ നിന്നുള്ള എൻ്റെ സഹോദരന്റെ കൈ കൊടുത്ത് ഒരു കണ്ണിയായി തീരുമ്പോൾ, if I take an IPC pastor and a COG pastor, ചർച്ച് ഓഫ് ഗോഡിലെയും IPCയിലെയും പാസ്റ്റർമാരെ കണ്ണികളായി ഞാൻ ചേർക്കുമ്പോൾ, if I take someone from America, അമേരിക്കയിൽ നിന്നുള്ളവരെ കണ്ണികളായി ചേർക്കുമ്പോൾ, if I take an evangelist, ഞാൻ ഒരു സുവിശേഷകനെ if I join with a pastor, ഈ കർത്താവിന്റെ ദാസനെ കണ്ണിയായി ചേർക്കുമ്പോൾ, if we link our hands together ഈ ദൈവത്തിന്റെ ദാസന്മാർ ഒരുമിച്ച് കരങ്ങളെ and link our faith together, വിശ്വാസത്തിന്റെ കണ്ണികൾ ഒരുമിച്ച് ചേർക്കപ്പെടുമ്പോൾ, we make a chain that's big enough ഒരു വലിപ്പമുള്ള ചങ്ങലയായി അത് to രൂപാന്തരപ്പെടുകയാണ്. wrap around the devil's idols. പിശാചിന്റെ സകല പ്രവർത്തനങ്ങൾക്കും ചുറ്റുമായിട്ട് അതൊരു വലിയ ചങ്ങലയായി രൂപാന്തരപ്പെടുകയാണ്. It's like uprooting a tree. ഒരു വൃക്ഷത്തെ അത് വലിച്ചെടുക്കുന്നത് പോലെ, you pull the heavy equipment in, വളരെ ഭാരമേറിയ വസ്തുക്കളെ ഉയർത്തിയെടുക്കുന്നത് you പോലെ, wrap the chain round and round, അങ്ങനെയുള്ള വസ്തുക്കളുടെ ചുറ്റും ചങ്ങല ചുറ്റുന്നത് പോലെ, you pull the lever അതിന്റെ ലിവർ വലിച്ചു and the കഴിയുമ്പോൾ loader begins to lift, ഭാരമേറിയ വസ്തുക്കൾ വൃക്ഷങ്ങൾ ഉയർത്തപ്പെടുകയാണ്. and every chain link feels the tug ഒരു ചങ്ങലയുടെ എല്ലാ കണ്ണികളും ഒരുപോലെ വലിക്കപ്പെടുകയാണ്. until the pop 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 the roots come loose. വളരെ ശബ്ദഘോഷത്തോടുകൂടെ അത് ഉയർത്തപ്പെടുകയാണ്. And you must hear me tonight. ഇന്ന് രാത്രി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. We can no longer fight against each other. നമുക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. We can no longer boast that my church is better than your church. നമുക്ക് ഒരിക്കലും ഒരാളുടെ ചർച്ചിനേക്കാൾ വലിയ ചർച്ചായി മറ്റൊന്നിനെ കാണുവാൻ കഴിയുകയില്ല. We can no longer judge one another. നമുക്ക് പരസ്പരം ഒരിക്കലും വിധിക്കുവാനായിട്ട് കഴിയുകയില്ല. But we must take hands നാം അത് ചെയ്യാതെ കൈയോട് കൈ കോർത്ത് പിടിക്കണം. and link faith നാം ഒരുമിച്ച് വിശ്വാസത്തോടു കൂടെ നിൽക്കണം. and walk as a mighty army before God. നാം ദൈവത്തിന്റെ മുമ്പാകെ ഒരു സൈന്യമായി മുന്നേറണം. Reach over and take your neighbor by the hand. നാം കൈയോട് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് മുന്നേറണം. Quickly. Take your neighbor by the hand quickly. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളും പരസ്പരം കൈ കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. വേഗത്തിൽ എല്ലാ ദൈവമക്കളും ദൈവത്തിന്റെ സന്നിധിയിൽ കൈയോട് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാം. Oh, hallelujah. Hallelujah. Let us pray. Father, we love you. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. And tonight we repent of every prejudice. ഇന്ന് രാത്രി ഞങ്ങളുടെ സകല മുൻവിധികളിൽ നിന്നും ഞങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നുവെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. We repent of ego and pride. ഞങ്ങളുടെ അകത്തുള്ള സകല വലിപ്പ മനോഭാവങ്ങളെയും സ്വാർത്ഥതയുടെ മനോഭാവങ്ങളെയും നിഗളത്തിന്റെ മനോഭാവങ്ങളെയും ഞങ്ങൾ വെടിയുന്നുവെന്ന് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോട് പറയാം. My brother is not my enemy. എന്റെ സഹോദരൻ എന്റെ ശത്രുവല്ല. It's the devil that we stand against. ഇന്ന് രാത്രി പിശാചേ നിന്നോട് ഞാനത് പറയുന്നു. So tonight fill us with the love of God. ഇന്ന് രാത്രി ദൈവത്തിന്റെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. And let it pour across this building tonight. ഇന്ന് രാത്രി അങ്ങയുടെ വലിയ സാന്നിധ്യം ആത്മാവിന്റെ പകർച്ച ഈ ഹോളിനകത്ത് അയക്കണമേ. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ Clap your hands and give him praise. കരങ്ങളെ അടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാം. You may be seated tonight. ദയവായി ദൈവത്തിന്റെ സന്നിധിയിൽ Number 1. ഒന്നാമത്തെ കാര്യം, until there is unity in the faith. ആത്മാവിന്റെ ഐക്യത കടന്നു വരുവോളം. Number 2. രണ്ടാമത്തെ കാര്യം, until the Lord receives the early and latter rain. ദൈവം തന്റെ ആത്മാവിന്റെ പിന്മഴയെ അയക്കുവോളം.
Did you know the Holy Spirit's already gone before us? ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കുന്നുവോ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് മുമ്പായി കടന്നു Did പോയിരിക്കുകയാണ്. you know that the angel of God is standing at our side? ഇന്ന് രാത്രി നാം അറിയുന്നുവോ ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് ചുറ്റുമായി നിൽക്കുകയാണ്. Do you know that there's more that are with us than are against us? ഇന്ന് രാത്രി നാം ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്കെതിരായി നിൽക്കുന്ന അനുഭവങ്ങളെക്കാൾ അധികമായിട്ട് അനുകൂലമായി ദൈവത്തിൻ്റെതായ കാര്യങ്ങൾ നമുക്കായി നിൽക്കുന്നു. God is pouring out His Spirit. ഈ നാളുകളിൽ ദൈവം തന്റെ ആത്മാവിനെ പകർന്നുകൊണ്ടിരിക്കുകയാണ്. And number 3, മൂന്നാമത്തെ കാര്യം, until the restitution of all things. സകല കാര്യങ്ങളും യഥാസ്ഥാനത്താകുവോളം. I thank God that this book is being fulfilled. ഈ പുസ്തകത്തിന്റെ നിറവേറലിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. It said in the last days, ദൈവത്തിന്റെ വചനം പറയുന്നു അന്ത്യനാളുകളിൽ, in Daniel chapter 12 verse 4, ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ, that many shall run to and fro and knowledge shall be increased. അനേക ആളുകൾക്കും ജ്ഞാനം വർദ്ധിച്ച് അവർ ദൈവത്തിന്റെ വചനത്തിലേക്ക് കടന്നു വരും. We interpret that as meaning that there's a lot of commotion. നാം അതിനെ പലപ്പോഴും വ്യാഖ്യാനിക്കുന്നത് വളരെ ജ്ഞാനത്തിന്റെ തിരതള്ളുന്ന അനുഭവം ഉണ്ടാകുമെന്നാണ്. We have the ability to transport all over the globe today. ഈ ഭൂഖണ്ഡത്തിന്റെ ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും വളരെ വേഗത്തിൽ യാത്ര ചെയ്യുവാനുള്ള ക്രമീകരണങ്ങൾ ഇന്ന് നമുക്കുണ്ട്. And because we're able to move to and fro, അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ന് നമുക്കുണ്ട്. the knowledge of the glory of the Lord is being deposited in all nations. ദൈവിക ജ്ഞാനത്തിന്റെ അംശങ്ങൾ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ദൈവം പകർന്നു കൊടുത്തിരിക്കുകയാണ്. But that's not the true meaning of Daniel 12 and 4. എന്നാൽ ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 4-ാം വാക്യത്തിന്റെ യഥാർത്ഥ അർത്ഥം അതല്ല. When he said many shall run to and fro, നാം വായിക്കുന്നത് അനേക ആളുകളും ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിയും. he was meaning that they would be doing this. അവരെല്ലാവരും ഈ പുസ്തകത്തിന്റെ താളുകൾ അന്വേഷിക്കുവാൻ തുടങ്ങും. That they'd be running to and fro through the word. അവർ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിക്കുവാൻ തുടങ്ങും. God would begin to reveal Moses. ദൈവം തന്റെ വചനത്തിലൂടെ മോശയെ വെളിപ്പെടുത്തി കൊടുക്കും. And the prophets would come alive. പ്രവാചകന്മാർ ജീവിക്കുന്നവരായി വചനത്തിലൂടെ വെളിപ്പെട്ടു And വരും. the words of Jesus would jump off the page. യേശുവിന്റെ വചനത്തിന്റെ ശക്തി ഈ പുസ്തകത്തിന്റെ താളുകളിലൂടെ പുറത്തേക്ക് പ്രവഹിക്കും. And revelation would be illuminated. ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകൾ പ്രകാശിതമായി തീരും. This is the hour when the prophecies are being fulfilled. ദൈവിക പ്രവചനങ്ങളുടെ വാഗ്ദത്ത നിവർത്തിയുടെ നാളുകളിലാണ് ഇന്ന് നാം ആയിരിക്കുന്നത്. That's why you must gorge yourself. ഈ പുസ്തകത്തിൽ ഈ നാളുകളിൽ നാം ത്വരയോടെ അന്വേഷിക്കേണ്ടതാണ്. You need to read this book through. ഈ ദിവസങ്ങളിൽ ഈ പുസ്തകത്തിൽ ആദിയോടന്തം നാം വായിക്കണം. Pray this book in. ഈ പുസ്തകം നമ്മുടെ അകത്തേക്ക് നാം ആവാഹിക്കണം. And lift this book up. ഈ നമ്മുടെ ജീവിതത്തിൽ ഈ പുസ്തകത്തെ നാം ഉയർത്തണം. And then pass this book on. ഈ പുസ്തകം മറ്റുള്ളവരുടെ കരങ്ങളിലേക്ക് നാം കൈമാറണം. This is the hour of revelation. ഇത് വെളിപ്പാടിന്റെ കാലഘട്ടത്തിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. And it's not a revelation of the Antichrist. അന്തിക്രിസ്തുവിന്റെ വെളിപ്പാടിന്റെ കാലം മാത്രമല്ല ഇത്. It's not a revelation of falling twin towers. അമേരിക്കയിലെ ഇരട്ടി സൗധങ്ങൾ തകർന്നു വീഴുന്ന സമയം മാത്രമല്ല ഇത്. It's not a revelation of crashing world markets. ലോകത്തിന്റെ സാമ്പത്തിക രംഗത്ത് വാണിജ്യ രംഗത്ത് തകർച്ച ഉണ്ടാകുന്ന കാലഘട്ടം മാത്രമല്ല ഇത്. It is a revelation of the glory of King Jesus. രാജാവായ യേശുവിന്റെ മഹത്വത്തിന്റെ വെളിപ്പാടിന്റെ കാലഘട്ടമാണിത്. And he said, as I live, saith the Lord, ദൈവത്തിന്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, the whole earth shall be filled with my glory. സകല ലോകവും എന്റെ മഹത്വം കൊണ്ട് നിറയുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ And in അരുളപ്പാട്. Haggai he said, എല്ലാ കണ്ണുകളും അവനെ കാണും. that the glory of this latter house shall be greater than the former house. യഹോവയുടെ ആലയത്തിന്റെ മഹത്വം മുൻകാല മഹത്വത്തെക്കാളും അതിശ്രേഷ്ഠമായിരിക്കുമെന്ന് വചനം നമ്മോട് As സംസാരിക്കും. much as we love the revival that our fathers experienced, നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ചതിനേക്കാൾ ശ്രേഷ്ഠവും ഉന്നതവുമായ ആത്മീയ ഉണർവിന് നാം സാക്ഷ്യം വഹിക്കുവാൻ this പോകുകയാണ്. latter rain shall pour 7 times stronger. ദൈവം അയക്കുവാൻ പോകുന്ന പിന്മഴയുടെ അനുഭവം മുൻമഴയേക്കാൾ 7 മടങ്ങ് ശക്തിയുള്ളതാകുവാൻ പോകുകയാണ്. And then Jesus shall come. അപ്പോഴാണ് നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത ഉണ്ടാകുന്നത്. And number 4, നാലാമത്തെ കാര്യം, until every enemy is under his feet. സകല ശത്രുക്കളും അവന്റെ പാദപീഠമാകുവോളം. Hallelujah. ഹല്ലേലൂയ. The power of hell cannot stand against the church. ദൈവസഭയ്ക്കെതിരായിട്ട് നരകത്തിന്റെ ശക്തികൾക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല. I want to talk about that dominion for a minute.
ഇന്ന് രാത്രി ചില മിനിറ്റുകൾ അധികാരത്തെക്കുറിച്ച് നിങ്ങളോട് പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. Do we have time for me to deal with this subject a little bit? ആ വിഷയത്തെക്കുറിച്ച് ഒരല്പമായിട്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. In the very beginning, the devil was to be on his belly. The serpent was to be on his belly. നാം സർപ്പത്തെക്കുറിച്ച് കാണുന്നത് അത് അതിന്റെ ഉരസ്സുകൊണ്ട് ഗമിക്കുന്നതാണ്. And God cursed him above all of the cattle and said, on thy belly thou shalt go all the days of thy life. ദൈവം പാമ്പിനെ ശപിച്ച് അത് ഉദരം കൊണ്ട് ഗമിക്കും എന്ന് അതിനോട് പറയുവാനിടയായി. But something happened with the fall of man. മനുഷ്യന്റെ വീഴ്ചയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചു. Because of sin, പാപം നിമിത്തമായി the serpent was no longer on his belly. പാമ്പ് അതിന്റെ ഉരസ്സുകൊണ്ട് ഗമിക്കുവാൻ തുടങ്ങി. He began to raise up against God. അത് ദൈവത്തിനെതിരായിട്ട് എഴുന്നേൽക്കുവാൻ തുടങ്ങി. And when we come to Ephesians chapter 2, എഫേസ്യ ലേഖനം 2-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, that serpent is now the prince of the power of the air. ആ ഉരസ്സുകൊണ്ട് ഗമിക്കുന്ന സർപ്പത്തെ ആകാശത്തിന്റെ പ്രഭുവായിട്ട് അല്ലെങ്കിൽ സ്വർലോകങ്ങളിലെ പ്രഭുവായി നമുക്ക് കാണുവാൻ കഴിയുന്നു. When you get to Revelation chapter 20, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, he is called that great dragon, the devil. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മഹാസർപ്പമായ പിശാചിനെയാണ്. Now, I want to know how he comes from a serpent to a dragon. ഇന്ന് രാത്രി ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഉരസ്സുകൊണ്ട് ഗമിക്കുന്ന ഒരു സർപ്പമായിരുന്ന ആ പാമ്പ് എങ്ങനെ മഹാസർപ്പമായി ആകാശമണ്ഡലങ്ങളിൽ എത്തിയെന്ന്. How is it that our spiritual foe, എങ്ങനെയാണ് ആ പാമ്പ് നമ്മുടെ ആത്മീയ വൈരിയായി മാറിയത്? who's to be on his belly slithering like a snake, ഉരസ്സുകൊണ്ട് ഗമിച്ച് ഭൂമിയിലായിരിക്കേണ്ട ആ സർപ്പം is now ruling in the heavenlies, ഇപ്പോൾ ആകാശമണ്ഡലങ്ങളിൽ പ്രഭുവായി വാഴുകയാണ്. is now flexing his muscles as though he are some great dragon. ഒരു മഹാസർപ്പത്തെ പോലെ അത് അതിന്റെ ശക്തി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. There is only one way that can take place. ഇന്ന് രാത്രി അത് സംഭവിക്കുവാൻ, ആ മഹാസർപ്പത്തെ താഴെയിറക്കുവാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. The church lifted its foot and let the enemy up. ദൈവത്തിന്റെ സഭ കാലുകളെ ഉയർത്തി ശത്രുവിനെ ചവിട്ടേണ്ടത് ആവശ്യമായിരിക്കുന്നു. Because of sin we forfeited our dominion. പാപം നിമിത്തമാണ് പിശാചിന് ആ ശക്തി നാം നൽകുവാനിടയായി. And for 4,000 years 4000 വർഷങ്ങൾ the devil ruled. പിശാച് വാഴുവാനിടയായി തീർന്നു. He said, this is my earth and I give it to whom I will. പിശാച് പറയുവാനിടയായി തീർന്നു, ഇതെന്റെ ഭൂമിയാണ്, എനിക്ക് അവകാശപ്പെട്ടതാണ്. But God gave us a promise in the 8th Psalm. എന്നാൽ 8-ാമത്തെ സങ്കീർത്തനത്തില് നമുക്ക് ഒരു വാഗ്ദത്തം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. Everyone turn to that psalm very quickly. വേഗത്തിൽ ആ സങ്കീർത്തനത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമോ? Psalm number 8. 8-ാമത്തെ സങ്കീർത്തനം. As David begins to praise God for the heavens, ദാവീദ് സ്വർഗ്ഗത്തിനായി ദൈവത്തെ സ്തുതിക്കുമ്പോൾ, the shepherd boy lying on his back in the pasture, പുൽമേടുകളിൽ ആടുകളെ തീറ്റിക്കൊണ്ടിരുന്ന ആട്ടിടയനായ ദാവീദ്, and as he looks at the stars and the moon of the night, ആകാശത്തിലെ നക്ഷത്രങ്ങളിലേക്ക് താൻ രാത്രികാലങ്ങളിൽ കണ്ണുകളെ ഉയർത്തിയപ്പോൾ, he asks, what is man that thou art mindful of him? താന് ഇപ്രകാരം പറയുകയാണ്, മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? Or the son of man that you visit him? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തു മാത്രം? Now notice he talks of two men. രണ്ട് മനുഷ്യരെ കുറിച്ച് താൻ ഇവിടെ സംസാരിക്കുന്നു. What is man? ഒന്ന് ഇവിടെ മനുഷ്യൻ. And what is son of man? ഒന്ന് മനുഷ്യപുത്രൻ. Now that tells me tonight that there are two men in the earth. ഇന്ന് രാത്രി അതിൽ നിന്ന് ഞാൻ പറയട്ടെ, ഭൂമിയിൽ രണ്ട് മനുഷ്യരുണ്ട്. The first man is Adam. ഒന്നാമത്തെ മനുഷ്യൻ ആദ്യ മനുഷ്യനായ ആദാം. In Adam all sin and all die. ആദാമിൽ എല്ലാ മനുഷ്യരും പാപം ചെയ്തു, എല്ലാവരും ആദാമിൽ മരിച്ചു. But there is a second man in the earth. എന്നാൽ ഭൂമിയിൽ ഒരു രണ്ടാമത്തെ മനുഷ്യനുണ്ട്, with a seed of his own. അത് എന്തെന്ന് ചോദിച്ചാൽ സ്ത്രീയുടെ സന്തതിയായി This വെളിപ്പെട്ടു. man is the son of man. ഈ മനുഷ്യൻ ആരെന്ന് ചോദിച്ചാൽ അവൻ മനുഷ്യപുത്രനാണ്. And what Adam did by failing in the garden, ഒരു മനുഷ്യൻ ഏദൻ തോട്ടത്തിൽ പരാജയപ്പെട്ടുവെങ്കിൽ, this second man Jesus ഈ രണ്ടാമത്തെ മനുഷ്യനായ യേശു succeeded in a desert. എന്നാൽ അവൻ മരുഭൂമിയിൽ ജയം പ്രാപിക്കുവാനിടയായി തീർന്നു. The devil tempted him with pride. 3 പ്രാവശ്യം നമുക്ക് പിശാച് യേശുവിനെ പരീക്ഷിക്കുന്നത് കാണുവാൻ കഴിയുന്നു. Cast yourself down from the pinnacle.
ഒന്നാമത്തെ പരീക്ഷയിൽ നാം കാണുന്നത് ഗോപുരത്തിന്റെ മുകളിലേക്ക് The കൊണ്ടുപോകുന്നു. devil tempted him with the lust of the flesh. ജഡത്തിന്റെ ഇഷ്ടത്തോടുള്ള ബന്ധത്തിൽ യേശുവിനെ ശത്രു പരീക്ഷിച്ചു. Turn these stones into bread and satisfy your longing. യേശുവിനോട് പറയുകയാണ് ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിച്ച് നിന്റെ വിശപ്പ് നീ അടക്കുക. The devil tempted him with power. പിശാച് അധികാരത്തോടുള്ള ബന്ധത്തിൽ ശക്തിയോടുള്ള ബന്ധത്തിൽ യേശുവിനെ പരീക്ഷിച്ചു. From the lookout of a high mountain. ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് തന്നെ കൊണ്ടുപോയി. The devil said to him, all of this power will I give you. പിശാച് യേശുവിനോട് പറഞ്ഞു ഈ സകല മഹത്വവും അധികാരവും ഞാൻ നിനക്ക് തരാം. And all you have to do is fall down and worship ഒരു me. കാര്യം മാത്രം നീ ചെയ്താൽ മതി, വീണ് എന്നെ ഒന്ന് നമസ്കരിക്കുക. Now that doesn't make any sense to me tonight. ഇന്ന് രാത്രി അത് ഒരു വലിയ അർത്ഥം എനിക്ക് നൽകുന്നില്ല. Because it's the serpent that's supposed to fall. കാരണം എന്തെന്ന് ചോദിച്ചാൽ സർപ്പത്തെ സംബന്ധിച്ചിടത്തോളം സകലത്തിലും അവൻ കീഴെയാണ്. It's the serpent that's supposed to be in the dust. സർപ്പത്തെ സംബന്ധിച്ചിടത്തോളം അവൻ പൊടിയിലായിരിക്കേണ്ട ആളാണ്. Jesus said, wait a minute. യേശു പറഞ്ഞു ഒരു നിമിഷം, I have come with dominion. ഞാൻ കടന്നു വന്നത് അധികാരത്തോടു കൂടെ. I am not going to bow to the dust. ഞാൻ ഈ പൊടിയിലേക്ക് ഇറങ്ങി വന്നവനാണ്. But you shall bow to the dust. ഞാൻ ഈ പൊടിയിലായിരിക്കുവാൻ നിയമിക്കപ്പെട്ടവനല്ല, നീയാണ് പൊടിയിലായിരിക്കുവാൻ നിയമിക്കപ്പെട്ടവൻ. Satan, get behind me. പിശാചേ നീ എന്നെ വിട്ടുപോവുക. And that day, ആ ദിവസം Jesus won the battle that Adam had failed in. ആദം എവിടെ പരാജയപ്പെട്ടുവോ ആ യുദ്ധം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവിടെ ജയിക്കുവാനിടയായി. Now you and I too are sons of men. ഇന്ന് രാത്രി ഞാനും നിങ്ങളും മനുഷ്യപുത്രന്മാരാണ്. And because Jesus won the battle, യേശു നമുക്ക് വേണ്ടി യുദ്ധം ജയിച്ചതുകൊണ്ട് you and I that are in Christ ഞാനും നിങ്ങളും ഇന്ന് രാത്രി ക്രിസ്തുവിലായതുകൊണ്ട് have the authority of Jesus within our lives. യേശുക്രിസ്തുവിലുള്ള അധികാരം ഇന്ന് രാത്രി എനിക്കും നിങ്ങൾക്കും ഉള്ളതാണ്. Go back again to Psalm 8. ഇന്ന് രാത്രി 8-ാമത്തെ സങ്കീർത്തനത്തിൽ നാം നോക്കുക. He says in verse 5 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, that you made man just a little lower than Elohim. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. Now your Bible may say angels. ഇന്ന് രാത്രി ചില വേദപുസ്തകങ്ങൾ നമ്മൾ ദൂതന്മാരെക്കാൾ എന്നാണ് വായിക്കുന്നത്. But the Hebrew word is Elohim. എന്നാൽ എബ്രായ ബൈബിളിൽ നാം വായിക്കുന്നത് എലോഹീം എന്നുള്ള പദമാണ്. El, which means God. ഏൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എന്നാണ്. Him, which is plural, God in 3 persons. എലോഹീം എന്ന വാക്കിന്റെ ആ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് ത്രിയേക ദൈവം എന്നുള്ളതാണ്. And he has made man just a little inferior. മനുഷ്യനെ കുറിച്ച് നാം ഇവിടെ വായിക്കുന്നത് ത്രിയേക ദൈവത്തെക്കാൾ അല്പം മാത്രം ദൈവം അവനെ താഴ്ത്തി. We're not underneath disease. ഇന്ന് രാത്രി നാം ഒരു കാര്യം അറിയണം. We're high above it. നാം രോഗത്തിന് അധീനരല്ല, രോഗത്തിന് നാം മുകളിൽ നിൽക്കുന്നവരാണ്. We're not under the heel of religion. We're high above it. ഇന്ന് രാത്രി നാം അറിയേണ്ട ഒരു കാര്യം, നാം മതത്തിന് അധീനരായിരിക്കുന്നവരല്ല, മതത്തിന് മുകളിലായി നാം നിൽക്കുന്നവരാണ്. And he has crowned the Son of Man with glory and honor. മനുഷ്യനെ അവൻ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നുവെന്ന് നാം വായിക്കുന്നു. And verse 6 said God made him to have dominion over the works of his hands. 6-ാമത്തെ വാക്യം വായിക്കുന്നു, നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി. Oh hallelujah. Hallelujah. God made you to have dominion. ഇന്ന് രാത്രി നാം അറിയേണ്ട കാര്യം, ദൈവം നമ്മെ അധിപന്മാരാക്കി വെച്ചിരിക്കുകയാണ്. In the very beginning when he created Adam, ദൈവം ആദാമിനെ സൃഷ്ടിച്ച ആരംഭത്തിൽ തന്നെ he said take dominion over the earth. അവനോട് ദൈവം പറഞ്ഞത് ഭൂമിക്ക് നീ അധികാരിയായിരിക്കുവാനാണ്. I know this is getting lengthy tonight. ഇന്ന് രാത്രി നിങ്ങൾ എത്ര പേർ ഇത് ഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. It's vital that you know this subject. ഇന്ന് രാത്രി നാം ഈ പ്രധാനപ്പെട്ട വിഷയത്തെ ഗ്രഹിക്കണം. Until we come into unity, നാം ആത്മാവിന്റെ ഐക്യതയിലേക്ക് കടന്നു വരുവോളം, until the Spirit is poured out on all flesh, ആത്മാവിന്റെ പിന്മഴ സകല ജഡത്തിന്റെ മേലും അയക്കുവോളം, until the restoration of all things, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുള്ള ആശ്വാസകാലങ്ങൾ വന്ന് സകല വചനങ്ങളും യഥാസ്ഥാനത്താകുവോളം. but the fourth thing, until every enemy is under his feet. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സകല ശത്രുക്കളും കർത്താവിന്റെ പാദപീഠമാകുവോളം. We will get back the dominion that Adam lost. ഇന്ന് രാത്രി നാം ഗ്രഹിക്കേണ്ടത്, ആദാമിന് നഷ്ടപ്പെട്ടു പോയ അധികാരം ദൈവം നമുക്ക് മടക്കി തന്നിരിക്കുകയാണ്. We will walk in the authority of the Son of Man. മനുഷ്യപുത്രൻ പ്രാപിച്ചെടുത്ത അധികാരം നാം തിരികെ പ്രാപിക്കുകയാണ്. I'd like you to know tonight ഇന്ന് രാത്രി നിങ്ങൾ ശ്രദ്ധിക്കുക, that the Son of God became the
Son of Man, ദൈവത്തിന്റെ പുത്രൻ മനുഷ്യന്റെ പുത്രനായി തീർന്നു. so that sons of men can become sons of God. എന്തിനെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ പുത്രന്മാർ ദൈവത്തിന്റെ പുത്രന്മാരായി I തീരുന്നു. must tell you that again. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഞാൻ അത് നിങ്ങളോട് പറയട്ടെ. The Son of God became the Son of Man, ദൈവത്തിന്റെ പുത്രൻ മനുഷ്യന്റെ പുത്രനായി മാറി. so that sons of men can become sons of God. എന്തിനെന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ പുത്രന്മാർ ദൈവത്തിന്റെ പുത്രന്മാരായി Square തീരുന്നു. your shoulders. ഇന്ന് രാത്രി നാം ധൈര്യത്തോടെ തലകളെ ഉയർത്തണം. Lift your chin. നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ ഉയർത്തണം. Stand in power. അഭിമാനത്തോടും ശക്തിയോടും കൂടി Tonight you എഴുന്നേൽക്കണം. are the Jesus in this world. ഇന്ന് രാത്രി ഈ ലോകത്തിൽ നമ്മെ യേശുവിന് പ്രതിനിധികളായി നാം ആക്കിയിരിക്കുകയാണ്. You're the expression of the Son of God in this planet. ഈ തലമുറയിൽ ഈ മണ്ണിൽ ദൈവത്തിന്റെ സ്വരൂപങ്ങളായി ക്രിസ്തുവിന്റെ സ്വരൂപങ്ങളായി ദൈവം നമ്മെ ആക്കി He വെച്ചിരിക്കുകയാണ്. told the devil to bow and he bowed. ഇന്ന് രാത്രി നാം ശത്രുവിനോട് തലകുനിക്കുവാൻ പറയുമ്പോൾ അവൻ തലകുനിക്കുകയാണ്. He put his foot on top white caps and walked on the water. ഇന്ന് രാത്രി നാം വിശ്വാസത്തോടുകൂടെ പത്രോസിനെ പോലെ വെള്ളത്തിന്റെ മേൽ നടക്കുകയാണ്. He spoke his word and devils departed. നാം ഇന്ന് രാത്രി നമ്മുടെ വാക്ക് പ്രസ്താവിക്കുമ്പോൾ പിശാച് അകന്നു പോവുകയാണ്. Jesus won't return again യേശു രണ്ടാമതും പ്രത്യക്ഷനാകുവാൻ പോകുന്നു. until the church understands its authority. ദൈവത്തിന്റെ സഭ തന്റെ വരവിനെ കുറിച്ച് ഗ്രഹിക്കുവോളം. How many conquerors do we have in the house tonight? ഇന്ന് രാത്രി ഈ ആലയത്തിലായിരിക്കുന്ന എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? Praise the Lord. ഹല്ലേലൂയ. Now going on in Psalm 8, എട്ടാമത്തെ സങ്കീർത്തനത്തിൽ തുടർന്ന് വായിക്കുമ്പോൾ it says he has put all things under his feet. നാം വായിക്കുന്നത് സകലത്തെയും അവന്റെ കാൽക്കീഴയാക്കിയിരിക്കുന്നു. That's the same one who said all sins, all diseases. അതാ ആ വാക്യത്തിൽ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത് സകല പാപത്തെയും സകല രോഗത്തെയും. That's the same one who said all power is given me in heaven and earth. സകല അധികാരവും സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് അരുളി ചെയ്തവന്റെ അതേ വചനമാണിത്. Now when we talk about all, we're talking about everything. ഇന്ന് രാത്രി സകലവും എന്നുള്ളത് കൊണ്ട് നാം അർത്ഥമാക്കുന്നത് ഒന്നുമൊഴിയാതെ സകലവും എന്നാണ്. Fear, ഭയം, depression, നിരാശ, prejudice, മുൻവിധികൾ, disease, രോഗങ്ങൾ, poverty, ദാരിദ്ര്യങ്ങൾ, drug addiction, മദ്യത്തിനും മയക്കുമരുന്നിനും demon അടിമയാകുന്ന possession, അനുഭവങ്ങൾ, പിശാചിന് അടിമപ്പെടുന്ന അനുഭവങ്ങൾ, every affliction known to man. മനുഷ്യന്റെ ജീവിതത്തിലുള്ള സകല ദോഷകരമായ He അനുഭവങ്ങൾ has put all things under his feet. അവയെല്ലാം അവന്റെ കാൽക്കീഴിലായിരിക്കുകയാണ്. I don't know if you understand what I'm saying. ഇന്ന് രാത്രി ഞാൻ പറയുന്നത് നിങ്ങൾ ഗ്രഹിക്കുന്നുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. Turn to Psalm 47 and verse 3. 47 സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം നോക്കുക. He shall subdue the people under us, അവൻ ജനത്തെ എനിക്ക് കാൽക്കീഴാക്കി തരുന്നവനാണെന്ന്. and the nations under our feet. ജാതികളെ നമ്മുടെ കാൽക്കീഴാക്കി തരുന്നവനും തന്നെ എന്ന് നാം വായിക്കുന്നു. Bahrain is under our feet. നമ്മുടെ കാൽക്കീഴാക്കി ജാതികളെ ദൈവം നമുക്ക് തരും. Iraq is under our feet. നമ്മുടെ കാൽക്കീഴാക്കി സകലത്തെയും ദൈവം നമുക്ക് തരും. Indonesia is under our feet. ഇന്തോനേഷ്യയെ നമ്മുടെ കാൽക്കീഴാക്കി ദൈവം നമുക്ക് തരും. Maharashtra under our feet. മഹാരാഷ്ട്രയെ ദൈവം നമ്മുടെ കാൽക്കീഴാക്കി തരും. Kerala state under our feet. അങ്ങനെയുള്ള സകല രാജ്യങ്ങളെയും നമ്മുടെ കാൽക്കീഴാക്കി ദൈവം Sri തരും. Lanka under our feet. ഓരോ രാജ്യങ്ങളെയും ദൈവം നമ്മുടെ കാൽക്കീഴാക്കും. Every nation under the feet of Jesus. ലോകത്തിലുള്ള സകല രാജ്യങ്ങളും യേശുവിന്റെ കാൽപാദത്തിന് കീഴെയാണ്. Matthew 24 and verse 14 മത്തായി സുവിശേഷം 24-ാം അധ്യായം 14-ാം says, this gospel of the kingdom shall be preached. ഈ രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികളുടെ ഇടയിലും പ്രസംഗിക്കപ്പെടും. Notice it didn't just say this gospel shall be preached, ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുമെന്നല്ല, but this gospel of the kingdom. നാം വായിക്കുന്നത് രാജ്യത്തിന്റെ സുവിശേഷം എന്നാണ്. Last night we learned that the kingdom must come down. കഴിഞ്ഞ രാത്രി നാം ശ്രമിക്കുവാനിടയായി തീർന്നു ദൈവത്തിന്റെ രാജ്യം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. We have prayed, thy kingdom come, thy will be done on earth as it is in heaven. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത് നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ തന്നെ ഭൂമിയിലുമാകണമേ എന്ന്, നിന്റെ രാജ്യം വരണമേ എന്ന്. This gospel of the kingdom shall be preached in all the world ഈ രാജ്യത്തിന്റെ സുവിശേഷം സകല ജാതികളുടെ ഇടയിലും as a പ്രസംഗിക്കപ്പെടും. witness to all nations. സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. And then അപ്പോൾ the end shall come.
അവസാനം കടന്നു വരും. How many of you are waiting for the end? ഇന്ന് രാത്രി അവസാനത്തിനായി കാത്തിരിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? The church can hasten the coming of the Lord നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് അതിവേഗം സംഭവിക്കുവാൻ by പോകുന്നു. evangelizing the world. അതുകൊണ്ട് അതിന് കാരണമായി നാം ലോകം മുഴുവനും സുവിശേഷീകരിക്കണം. Most of you have been moved from Kerala State. കേരളത്തിന്റെ കേരള സംസ്ഥാനത്ത് നിന്ന് നമ്മൾ എല്ലാവരും യാത്ര തിരിച്ചവരാണ്. Career, job opportunities and finances has forced you into a new nation. ലോകത്തിന്റെ ജാതികളിൽ നിന്ന് സാമ്പത്തികമായ എല്ലാ മുഖാന്തരങ്ങളും സുവിശേഷീകരണത്തിനായിട്ട് മലയാളി സമൂഹം മുഖാന്തരം ഒഴുകിയെത്തുകയാണ്. This isn't just an incident. ഇതൊരു സംഭവികവശാൽ സംഭവിക്കുന്ന കാര്യമല്ല. This is God stirring up the nest to move you into the nation. ഇത് സംഭവികവശാൽ സംഭവിക്കുന്നതല്ല, നേരെ മറിച്ച് ദൈവത്തിന്റെ മുൻനിർണയവും പദ്ധതിയും അനുസരിച്ച് ദൈവം നമുക്ക് വേണ്ടി ക്രമീകരിക്കുന്ന കാര്യമാണ്. We're not here just to collect a paycheck. We're not here just to get a wage. നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ജീവസന്ധാരണത്തിനും അല്ലെങ്കിൽ ഭൗതികമായ നേട്ടത്തിനും വേണ്ടി മാത്രമല്ല. We are here because God has strategically placed Keralites in every city in this nation. ദൈവം തന്റെ മുൻനിർണയ പ്രകാരം മലയാളി സമൂഹത്തെ ലോകത്തിന്റെ ഓരോ പട്ടണങ്ങളിലും തന്റെ പ്രത്യേക ഉദ്ദേശവുമായിട്ട് ആക്കി വച്ചിരിക്കുകയാണെന്ന് ഇന്ന് രാത്രി ഞാൻ അറിയുന്നു. Trust that he has placed you for such a time as this. അങ്ങനെയുള്ള ഒരു സമയത്തിനും സാവകാശത്തിനും വേണ്ടിയാണ് ദൈവം നമ്മെ ആക്കി വെച്ചതെന്ന് ഇന്ന് രാത്രി നാം തിരിച്ചറിയണം. He did not leave you unequipped. ഒരിക്കലും ദൈവം നമ്മെ ഒരുക്കമില്ലാത്തവരായിട്ടല്ല ഓരോ സ്ഥാനത്താക്കി വെച്ചിരിക്കുന്നത്. He's given you the weapons of his warfare. ഇന്ന് രാത്രി സർവായുധവർഗധാരികളായിട്ടാണ് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. He's given you the shield of faith and the sword of the Spirit. ദൈവം നമുക്ക് വിശ്വാസത്തിന്റെ പരിചയം ആത്മാവിന്റെ വചനത്തിന്റെ വാളുമേൽപ്പിച്ചാണ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. So confront the dragon. മഹാസർപ്പത്തെ പരാജയപ്പെടുത്തേണ്ടതിന്. Tell him you're a serpent in the grass. മഹാസർപ്പത്തോട് നീ താഴെ പൊടിയിലേക്ക് ഇറങ്ങി വരിക എന്ന് കൽപ്പിക്കേണ്ടതിന്. Pierce the heavens in prayer. ആകാശമണ്ഡലത്തിലുള്ള അന്ധകാരത്തിന്റെ വ്യാപാരത്തെ അധികാരത്തോടെ തുളച്ചു കളയേണ്ടതിന്. Then attack the heavens with the sword of the Spirit. ആത്മാവിന്റെ വാളെടുത്തുകൊണ്ട് ആത്മീയ മണ്ഡലത്തിൽ പോരാടേണ്ടതിന്. And put the dragon back on his belly and put your foot മഹാസർപ്പത്തെ on his മടക്കി neck. പൊടിയിലേക്ക് കൊണ്ടുവന്ന് അവന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കേണ്ടതിനായിട്ട്. When we understand our dominion, ഇന്ന് രാത്രി നാം നമ്മുടെ ആധിപത്യത്തെ കുറിച്ച് അറിയുമ്പോൾ, when we take our place in God, നാം ദൈവത്തിൽ നമുക്കുള്ള സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ, then the end shall come. അപ്പോൾ അവസാനം കടന്നു വരും. Shout amen, somebody. ഇന്ന് രാത്രി ദൈവമൊക്കെ ശ്രദ്ധിക്കുക. ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഇന്ന് രാത്രി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ ഇന്ന് രാത്രി? Shout amen. All right, praise God. Amen. Hallelujah. Revelation chapter 10 and we will close. വെളിപ്പാട് പുസ്തകം 10-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വന്ന് അവസാനിപ്പിക്കുകയാണ്. Everyone turn to Revelation chapter 10. വെളിപ്പാട് പുസ്തകം 10-ാമത്തെ അധ്യായം. There is a mystery to be unraveled. ഇവിടെ വെളിപ്പെട്ടു വരുന്ന ഒരു പ്രത്യേക മർമ്മമുണ്ട്. I saw another mighty angel clothed with a cloud. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗ്ഗത്തിൽ നിറങ്ങുന്നത് ഞാൻ കണ്ടു. And a rainbow was upon his head. അവന്റെ തലയിൽ ഒരു മഴവില്ല് ആകാശവില്ല് അവൻ And ധരിച്ചിരുന്നു. his face shone like the sun. അവന്റെ മുഖം സൂര്യനെ പോലെ ആയിരുന്നു. Brother Thomas, if you could help me again. ദൈവത്തിന്റെ ദാസൻ തോമസ് മുന്നോട്ട് കടന്നു വരുന്നു. Picture the body of Christ. ദൈവത്തിന്റെ സഭയുടെ ഒരു ചിത്രമാണ് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. The body of Christ has a head that is Christ. ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു തലയുണ്ട്, അത് ക്രിസ്തുവാണ്. The body is you and me. ശരീരം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. Now the feet of the body are the farthest extremity. നമ്മുടെ കാലാണ് ശരീരത്തിന്റെ ഏറ്റവും താഴെയറ്റത്തുള്ള അവയവം. If Jesus symbolizes the early days of the gospel, സുവിശേഷീകരണത്തിന്റെ ആരംഭ നാളുകളെ തല പ്രതിനിധാനം ചെയ്യുന്നുവെങ്കിൽ, then the feet would represent the end of the gospel. നമ്മുടെ കാൽപാദങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് സുവിശേഷത്തിന്റെ അന്ത്യ കാലഘട്ടത്തെയാണ്. So when I talk about putting our feet down, ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത് സുവിശേഷത്തിന്റെ അന്ത്യ കാലഘട്ടമായ കാൽപാദം ചവിട്ടുന്ന I am അനുഭവത്തെ speaking കുറിച്ചാണ്. about the last day church taking its authority. സഭ
അവസാന കാലഘട്ടത്തിൽ തങ്ങളുടെ പാദം ഊന്നുന്നതിനെ കുറിച്ചാണ് ഇന്ന് രാത്രി പറയുന്നത്. Now notice in Revelation, വെളിപ്പാട് പുസ്തകത്തിൽ ഇന്ന് രാത്രി it is clothed with a cloud. മേഘത്തിൽ നിന്ന്, the cloud represents the glory of God. മേഘം എല്ലായ്പ്പോഴും പ്രതിനിധാനം ചെയ്യുന്നത് ദൈവത്തിന്റെ തേജസ്സിനെയാണ്. The church is wrapped in the glory of God. ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ തേജസ്സിനാൽ ഉടുക്കപ്പെട്ടിരിക്കുകയാണ്. A rainbow is over the head. ആ തലയ്ക്ക് മുകളിലായി ഒരു ആകാശവില്ല് നമുക്ക് കാണുവാൻ A കഴിയും. rainbow is the covenant and promise of God. ആ മഴവില്ല് അല്ലെങ്കിൽ ആകാശവില്ല് എന്ന് പറയുന്നത് ദൈവിക ഉടമ്പടിയാണ് കാണിക്കുന്നത്. And in Christ the head are all the promises. ആ ക്രിസ്തുവാകുന്ന തലയിലാണ് നമുക്ക് സകല വാഗ്ദത്തങ്ങളും കാണുവാൻ കഴിയുന്നത്. And notice his face shone like the sun. അവന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. And that is that the public expression of the church അതാണ് സഭയുടെ പൊതുവിലുള്ള വെളിപ്പാട് എന്ന് പറയുന്നത്. must be blazing with radiant glory. ഓ ദൈവത്തിന്റെ ആ വലിയ തേജസ്സും പ്രകാശവും കൊണ്ട് നാം ജ്വലിക്കേണ്ടവരാണ്. But look at the next verse. അടുത്ത വാക്യത്തിലേക്ക് ഇന്ന് രാത്രി നോക്കുക. It said his feet are like pillars of fire. അവിടെ നാം വായിക്കുന്നത് കാല് തീത്തൂണ് പോലെയുമുള്ളവനെന്നാണ്. The body of Christ in the last days അവസാന നാളുകളിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ is clothed with a glory cloud ദൈവത്തിന്റെ തേജസ്സിനാൽ ചുറ്റപ്പെട്ടിരിക്കും. under the headship and covenant rainbow of Christ. ഒരു ആകാശ വില്ലുകൊണ്ട് തല and കവറിയപ്പെട്ടിരിക്കുമ്പോൾ feet like fire. കാലിനെ നമ്മൾ കാണുന്നത് തീത്തൂണ് പോലെയാണ്. Everywhere we walk, we're setting revival നാം fire. എവിടെ ചുവടുകളെ വെച്ചാലും അവിടെ അഗ്നിയുടെ ഉണർവ് വ്യാപരിക്കുന്നത് കാണുവാൻ കഴിയും. Everywhere the church moves, സഭ എവിടേക്ക് സഞ്ചരിച്ചാലും, if it's in Kerala or if it is in Dubai, കേരളത്തിലോ ദുബൈയിലോ എവിടെയായാലും we are setting revival fire everywhere we നാം walk. ചുവട് വെക്കുന്ന ഓരോ സ്ഥലത്തും ആത്മാവിന്റെ വലിയ ഉണർവ് And വ്യാപരിക്കും. look at the next part of the verse. ആ വാക്യത്തിന്റെ അടുത്ത ഭാഗത്തിലേക്ക് നോക്കുക. He has a hand open. അവന്റെ കൈ തുറന്നിരിക്കുകയാണ്. The hand is symbolic of ministry. ആ കരമല്ല ഇപ്പോഴും ശുശ്രൂഷയാണ് കാണിക്കുന്നത്. Apostle, അപ്പോസ്തലന്മാർ, prophet, പ്രവാചകന്മാർ, evangelist, സുവിശേഷകന്മാർ, pastor, ഇടയന്മാർ, and teacher. ഉപദേഷ്ടാക്കന്മാർ. And in that hand he has a little book. ആ കരത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു ചെറു പുസ്തകമുണ്ട്. Now I've come to tell you tonight it doesn't take a big book. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ, അതൊരു വലിയ പുസ്തകമല്ല. There is enough power in this little book to ഈ shake the ചെറിയ world. പുസ്തകത്തിനകത്ത് ഒരു വലിയ ശക്തിയുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തെ And സ്തുതിക്കുന്നു. this little book is open. ഈ പുസ്തകം തുറക്കപ്പെട്ടിരിക്കുകയാണ്. And that means an opening of the revelation of God. അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ ദൈവിക വെളിപ്പാടുകൾ ദൈവം തുറന്നു വെച്ചിരിക്കുകയാണ്. But this is the generation that shall see the revelation of it all. ദൈവിക വെളിപ്പാട് ദൈവം നൽകിയിരിക്കുന്ന ഒരു തലമുറയിലാണ് നാം ഇന്നായിരിക്കുന്നത്. And then it says അതിനുശേഷമായി നാം വായിക്കുന്നത്, that when he speaks it's like a lion that roars. സിംഹത്തിന്റെ ഗർജനം പോലെയാണ് അവിടെ സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. It's time for the church to roar. ഈ തലമുറയിൽ സഭ സിംഹ ഗർജനം പോലെ സംസാരിക്കേണ്ട It's കാലയളവാണ്. time for the authority of God. ദൈവത്തിന്റെ അധികാരം നാം ഏറ്റെടുക്കേണ്ട സമയമാണ്. Now look at the next verse. അടുത്ത വാക്യത്തിലേക്ക് നാം He നോക്കുക. puts his right foot on the sea. അടുത്ത ഭാഗത്ത് നാം കാണുന്നത് അവൻ തന്റെ വലങ്കാല് സമുദ്രത്തിന്റെ മേലും And his left foot on the dry land. ഇടങ്കാല് ഭൂമി മേലും വെച്ചു. Now what are we looking at? ഇന്ന് രാത്രി നിങ്ങൾ നോക്കുക. Everybody picture. എല്ലാവരും ഈ കാര്യത്തിലേക്ക് പ്രത്യേകം നോക്കുക. I don't care if you're watching this in India. ഇന്ന് രാത്രി ഭാരതത്തിലായിരിക്കുന്നവര് പിന്നത്തേതിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കും. If this message is airing in China, ഈ സന്ദേശം നാളെ ചൈനയിലേക്ക് ഒരുപക്ഷെ പ്രക്ഷേപണം I ചെയ്യും. come with the good news of the kingdom of God. ഞാൻ ദൈവത്തിന്റെ രാജ്യത്തിന്റെ സുവിശേഷവുമായിട്ടാണ് കടന്നു വന്നത്. That the body of Christ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ wrapped in a cloud of glory, ദൈവത്തിന്റെ തേജസ്സിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. under the headship of mighty Jesus, ആ തല ശക്തനായ ക്രിസ്തുവിനെ with a കാണിക്കുന്നു. rainbow of covenant, ആ തലയ്ക്ക് മുകളിലായിട്ട് ഉടമ്പടിയുടെ വില്ല് കാണുവാൻ feet that are കഴിയുന്നു. on fire, കാല് തീത്തൂണ് പോലെ a ആയിരിക്കുന്നു. fivefold ministry in operation, ആ തുറക്കപ്പെട്ടിരിക്കുന്ന കരം കാണിക്കുന്നത് 5 തരത്തിലുള്ള and the ശുശ്രൂഷകൾ. little book of God wide open. ആ തുറക്കപ്പെട്ടിരിക്കുന്ന കരത്തിനകത്ത് ആ ചെറുപുസ്തകം തുറന്നിരിക്കുന്നു. We will put our foot on sea and land ഒരു കാല് സമുദ്രത്തിന്റെ മേലും ഒരു കാല് ഭൂമിയുടെ മേലും, until every nation on this earth ഈ ലോകത്തിലുള്ള സകല രാഷ്ട്രങ്ങളും has ജാതികളും heard the good news that Jesus saved. യേശു ക്രിസ്തുവിന്റെ സുവിശേഷം പ്രാപിക്കുവോളും. And then in verse 6,
ആറാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, then the end shall come. അവിടെ നാം വായിക്കുന്നത് അപ്പോൾ അവസാനം കടന്നു I've വരും. come to tell you tonight we're getting close. ഇന്ന് രാത്രി ഈ അവസാന സമയം ഞാൻ നിങ്ങളോട് പറയട്ടെ, But we've got to put our foot down. നാം നമ്മുടെ കാലുകളെ മുന്നിലേക്ക് ചവിട്ടുവാൻ പോകുകയാണ്. We've got to step on nations. നാം ജാതികളുടെ രാഷ്ട്രങ്ങളുടെ മേൽ നമ്മുടെ ചുവട് വെക്കുവാൻ പോകുകയാണ്. We've got to walk into the college campuses. നാം കോളേജിന്റെ ക്യാമ്പസുകളിലേക്ക് നമ്മുടെ ചുവട് വെക്കുവാൻ പോകുകയാണ്. We've got to walk into the high schools. നാം ഹൈസ്കൂളുകളിലേക്ക് നമ്മുടെ ചുവടുകളെ വെക്കുകയാണ്. And every place the sole of your foot shall tread. നമ്മുടെ കാലിന്റെ ചുവടുകൾ വെക്കുന്ന ഓരോ സ്ഥലങ്ങളിലും God says, ദൈവം പറയുന്നു, I have already given it to you. അത് നിങ്ങൾക്ക് ഞാൻ മുന്നമേ നൽകിയിരിക്കുകയാണ്. Clap your hands and give God കരങ്ങളടിച്ച് praise. രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. I want everyone to stand. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുക. Wave your hand and say, thank you, Lord. എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ ഉയർത്തിക്കൊണ്ട് കർത്താവേ നിനക്ക് നന്ദി എന്ന് പറയുക. And the kingdoms of this world ഈ ലോകത്തിലെ രാജ്യങ്ങൾ are soon to become the kingdoms of our God. നമ്മുടെ ദൈവത്തിന്റെ രാജ്യത്വങ്ങളായി രൂപാന്തരപ്പെടുവാൻ പോകുകയാണ്. And Christ shall return ക്രിസ്തു രണ്ടാമതും മടങ്ങി വരും in power and glory. സകല ശക്തിയോടും മഹത്വത്തോടും. And all flesh shall see the glory of God. സകല ജഡവും അവനെ കാണും. Clap your hands again and give him കരങ്ങളടിച്ച് praise. കർത്താവിനെ ഇന്ന് രാത്രി Hallelujah. മഹത്വപ്പെടുത്താം. Hallelujah. ഹല്ലേലൂയ. Thank you, Lord. ഹല്ലേലൂയ. Well, we must close. ഇന്ന് രാത്രി നാം അറിയേണ്ടത്, but I want to give you 4 untils. ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് 4 പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംഭവിക്കുന്നതിനെ കുറിച്ചുള്ള ചിന്ത നൽകി. Until we come in the unity of the faith. നാം എല്ലാവരും വിശ്വാസത്തിന്റെയും ആത്മാവിന്റെയും ഐക്യത പ്രാപിക്കുവോളം, Until the latter rain falls on all nations. പിന്മഴ സകല ജാതികളുടെ മേലും പകരപ്പെടുവോളം, Until the restitution of all things. സകല വാഗ്ദത്തങ്ങളുടെയും ശുശ്രൂഷകളുടെയും യഥാസ്ഥാനത്വം സംഭവിക്കുവോളം, And until every enemy is under his feet. സകല ശത്രുക്കളും അവന്റെ പാദപീഠമാകുവോളം. Why don't we put the enemy under our feet tonight? ഇന്ന് രാത്രി നാം ശത്രുവിനെ നമ്മുടെ കാൽപാദത്തിന്റെ കീഴിലാക്കുന്ന രാത്രിയാണ്. If you're wearing a sandal ഇന്ന് രാത്രി നമ്മുടെ ചെരുപ്പുകൾക്ക് or a കീഴിൽ tennis shoe ഷൂവോ ചെരുപ്പോ എന്ന് നാം or a ധരിച്ചിരുന്നാൽ, dress shoe, എന്ന് നാം ധരിച്ചിരുന്നാൽ, or if you're barefoot, ഒരുപക്ഷെ നാം ചെരുപ്പ് I ധരിക്കാതെയായിരുന്നാലും, want you to take your feet and ഇന്ന് plant രാത്രി them. നിങ്ങളുടെ ചുവടുകൾ ശത്രുവിന്റെ തലയിൽ വയ്ക്കുവാൻ ഞാൻ നിങ്ങളോട് I ആവശ്യപ്പെടുകയാണ്. want you to start to dance before the Lord. ഇന്ന് രാത്രി ശത്രുവിനെ ചവിട്ടുവാൻ ഞാൻ ദൈവകൃപയിൽ I ആശ്രയിക്കുകയാണ്. want you to start to march in victory. ഇന്ന് രാത്രി ജയത്തിന്റെ ചുവടുകളെ മുന്നോട്ട് വയ്ക്കുവാൻ ഞാൻ I want you ആഗ്രഹിക്കുകയാണ്. to tell every principality, get under my feet ഇന്ന് tonight. രാത്രി സകല വാഴ്ചകളും എന്റെ കാലിന്റെ കീഴിലാകുവാൻ അധികാരത്തോടെ കൽപ്പിക്കുവാൻ ഞാൻ നിങ്ങളോട് Come on, ആവശ്യപ്പെടുകയാണ്. saints, walk on it. ഇന്ന് രാത്രി അങ്ങനെയുള്ള അധികാരങ്ങൾക്ക് മുകളിൽ നാം നടക്കുന്ന രാത്രിയാണ്. Step on it tonight. ചുവടുകളെ ഇന്ന് രാത്രി ശത്രുവിന്റെ മേൽ നാം ചവിട്ടുന്ന രാത്രിയാണ്. Break its power tonight. ഇന്ന് രാത്രി ഇവിടെ നിന്നുകൊണ്ട് ശത്രുവിന്റെ അധികാരത്തെ നമുക്ക് തകർത്തെറിയണം. Come on, you're not doing it yet. Put your foot down. ഇന്ന് രാത്രി നമ്മുടെ ചുവടുകളെ നാം ശത്രുവിന്റെ തലയിൽ വെക്കണം. Take the authority that's yours in God. ഇന്ന് രാത്രി ദൈവത്തിൽ നമുക്കുള്ള അധികാരത്തെ ഉപയോഗിക്കുവാൻ നമുക്ക് കഴിയണം. Shout hallelujah with me. എല്ലാവരും ഉച്ചത്തിൽ ഹല്ലേലൂയ Clap your hands and give him praise. കരങ്ങൾ ഉയർത്തി ദൈവത്തെ Hallelujah. സ്തുതിച്ചാട്ടെ. Glory. ഹല്ലേലൂയ. Glory. ഹല്ലേലൂയ. Hallelujah. Well, I'm going to close in prayer. ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കട്ടെ. And tonight, whatever it is that plagues you, ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിന് അനുഭവങ്ങൾ എന്തായിരുന്നാലും, is it diabetes, നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ, രോഗങ്ങൾ, ഡയബറ്റീസ് ആയാലും, heart disease, ഹൃദയ സംബന്ധമായ രോഗമായാലും, degeneration of the eyes, നിങ്ങളുടെ കാഴ്ചയ്ക്ക് മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ, അത് fear and discouragement, ഭയം അല്ലെങ്കിൽ നിരാശ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, are there problems in your marriage? നിങ്ങളുടെ കുടുംബ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ, However the enemy is attacking you, ശത്രു ഏത് തരത്തിൽ നിങ്ങളെ ആക്രമിക്കുന്നുണ്ടെങ്കിലും, it looks like a dragon tonight, ഇന്ന് ഒരു പക്ഷേ അതിനെ മഹാസർപ്പം പോലെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലും, but it's a little tiny slithering snake. ഇന്ന് രാത്രി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ മഹാസർപ്പത്തെ ഒരു ചെറിയ പാമ്പിനെ പോലെ നാം താഴെ ഇറക്കുക. Get in your place. ഇന്ന് രാത്രി താഴ്ചയിലേക്ക് അവനെ നാം In കൊണ്ടുവരണം. the name of Jesus, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ I put you under my feet. ഞാൻ എന്റെ
കാൽ കീഴിൽ നിന്നെ ആക്കുന്നു എന്ന് ആ മഹാസർപ്പത്തോട് നാം പറയുന്നു. Father, in the name of Christ. പിതാവേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. Pastors, stretch out your hands. ദൈവത്തിന്റെ ദാസന്മാർ നിങ്ങളുടെ കരങ്ങളെ നീട്ടിപ്പിടിച്ചാട്ട്. We pray for deliverance for the people tonight. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്ന ജനത്തിന്റെ വിടുതലിന് വേണ്ടി നാം പ്രാർത്ഥിക്കുകയാണ്. I cast every disease out of this building. ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന സകല രോഗങ്ങളെയും ഞാൻ ശാസിക്കുകയാണ്. Tonight we renounce every superstition. ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരികയാണ്. Any generational curse. ഈ രാത്രിയിൽ തലമുറയായിട്ടുള്ള ശാപത്തിന്റെ അനുഭവങ്ങൾ. Any physical ailment. ശാരീരികമായ രോഗത്തിന്റെ അവസ്ഥകൾ. From the crown of your head to the soles of your feet. നിങ്ങളുടെ തല മുതൽ കാൽപാദം വരെയുള്ള സകല അസ്വസ്ഥതകൾ. By the authority of the blood of Jesus. യേശുക്രിസ്തുവിന്റെ രക്തത്തിലുള്ള അധികാരം ഉപയോഗിച്ച്. Tonight I rebuke that sickness. ആ രോഗത്തെ ഞാൻ ശാസിക്കുകയാണ്. Over the television I rebuke that sickness. ഇന്ന് രാത്രി ടെലിവിഷനിലൂടെ കേൾക്കുന്നവരുടെ മേലുള്ള രോഗത്തെ ഞാൻ ശാസിക്കുകയാണ്. In the name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കടന്നു പോവുക. Out of their bodies. ശരീരങ്ങളെ വിട്ടുപോവുക. Out that back door. നട്ടലിലുള്ള രോഗങ്ങൾ. Back to the abyss from whence you came. ഇന്ന് രാത്രി ശരീരത്തിലുള്ള സകല രോഗങ്ങളും in the name of Jesus. യേശുവിന്റെ നാമത്തിൽ be made whole. പൂർണ്ണ സൗഖ്യം പ്രാപിക്കുക. For God's glory. ദൈവത്തിന്റെ മഹത്വം. Now lift up your hands and receive. നിങ്ങളുടെ കരങ്ങളെ ഉയർത്തിക്കൊണ്ട് ഇന്ന് രാത്രി everyone in this house. Everyone receive. Start praising Him. Start praising Him. Start praising Him. Hallelujah. 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 Oh, we give you glory. Come on, saints. Give God a shout of praise tonight. Give God a shout of praise tonight. Hallelujah. 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 Right where you stand. Hallelujah. Young people, open your mouth. ഇന്ന് രാത്രി യുവജനങ്ങൾ തങ്ങളുടെ അധരങ്ങളെ തുറന്നാട്ട്. And out of your deep belly ഇന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് shall flow rivers. ജീവജലത്തിന്റെ നദികൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഇന്ന് രാത്രി ഒഴുകി പുറത്തേക്ക് കടന്നു വരട്ടെ. Of living water. ജീവജലത്തിന്റെ നദികൾ. Tonight in the name of Jesus. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ receive the gift of the Holy Spirit. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ പകർച്ചയെ നിങ്ങൾ പ്രാപിക്കുക. Release the Holy Ghost. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ പകർച്ചയെ അനുഭവിക്കുക. Now everyone let it bubble up. ഇന്ന് രാത്രി ആത്മാവിന്റെ ആ നദിയുടെ കവിഞ്ഞൊഴുക്ക്. Brand new languages, everyone. അന്യഭാഷകൾ ഇന്ന് രാത്രി എല്ലാവരും സംസാരിക്കട്ടെ. On the platform. എല്ലാ ദൈവത്തിന്റെ ദാസന്മാർ. In the crowd. എല്ലാ ജനങ്ങളും. Men and women. സഹോദരി സഹോദരന്മാർ. Let the Holy Spirit speak through you. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിലൂടെ സംസാരിക്കട്ടെ. Up and out to God. ഇന്ന് രാത്രി അധരം തുറന്ന് ദൈവത്തോട് സംസാരിക്കുക. Young people, let it flow. യുവജനങ്ങൾ ഇന്ന് രാത്രി ആ ജീവജല നദി ഒഴുകട്ടെ. Up and out to God. ഇന്ന് രാത്രി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകട്ടെ. Yes, ഉള്ളിൽ നിന്ന് Jesus. സംസാരിക്കുക. Yes, Jesus. Yes, Jesus. ഉയർത്തുക. Hallelujah. Thank you, Lord. Thank you, Lord. Hallelujah. Thank you, Lord. Hallelujah. Thank you, Lord. Hallelujah. Well, I must turn the microphone back to the leadership. ഇന്ന് രാത്രി നേതൃത്വം കൊടുക്കുന്നവർക്ക് മൈക്രോഫോൺ മടക്കി നൽകുകയാണ്. Thomas, come here first, though. കർത്താവിന്റെ ദാസൻ തോമസ് മുന്നോട്ട് കടന്നു വരികയാണ്. I don't want you to forget the picture. ഇന്ന് രാത്രി ഈ ചിത്രം നിങ്ങൾ ആരും മറക്കരുത് എന്ന് അപേക്ഷിക്കുന്നു. That we are coming together as one body. നാം ഒരു ശരീരമായിട്ട് കടന്നു വരികയാണ്. We're going to stretch forth His word. ദൈവത്തിന്റെ വചനം നമ്മുടെ കരങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ട്. And our feet are going to touch down on this earth. നമ്മുടെ കാലുകൾ ഈ ഭൂമിയിൽ തീത്തൂണുകളെ പോലെ ആയിക്കൊണ്ട്. And we're going to say it belongs to King Jesus. രാജാധിരാജ ക്രിസ്തുവിന്റെ രാജ്യം നമുക്ക് ഈ ഭൂമിയിൽ പണിയാം. If you believe He's the King, നാം ഈ തലമുറയിൽ വിശ്വസിക്കുമെങ്കിൽ shout His name with me. അവൻ രാജാവെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അവന്റെ നാമത്തെ ഇന്ന് രാത്രി നമുക്ക് ഉയർത്താം. Jesus. യേശു എന്ന നാമം ഉച്ചത്തിൽ നമുക്ക് Jesus. യേശു. Jesus. യേശു. Jesus. യേശു. Give Him a hand clap tonight. Praise. ഇന്ന് രാത്രി നമ്മുടെ കരങ്ങളെ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് വീണ്ടും